Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kotti. In the last sessions, we had discussed about special cases of linear programming problem in graphical method. Graphical method ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന linear programming പ്രോബ്ലത്തിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസുകളെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് സെഷനകത്ത് ഡീൽ ചെയ്തുകൊണ്ട് ഇരുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രണ്ട് സ്പെഷ്യൽ കേസുകളെ പറ്റിയായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് infeasibility condition, second one is unbounded solution, and today we are discussing about alternate solution or multiple solution. നമ്മളുടെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യുന്ന ലാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ കേസുകളിൽ തേർഡ് വൺ അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ആണ് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ഓർ മൾട്ടിപ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഓൾട്ടർനേറ്റ് മറ്റൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേറെ സൊല്യൂഷൻസിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയാണ് ഈ സെഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഒപ്റ്റിമൽ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഇത്രയും ദിവസം ചെയ്ത പ്രോബ്ലത്തിനകത്ത് ഒറ്റ സൊല്യൂഷൻ സിംഗിൾ സൊല്യൂഷനായിരുന്നു എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ കണ്ടീഷൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ അവസാനം ടേബിൾ കൺസ്ട്രക്ട് ചെയ്തില്ലേ, എക്സ് വൈ വെർട്ടിസസ് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഇസഡ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇസഡിൻ്റെ വാല്യൂ മാക്സിമം വരുന്ന വെർട്ടിസസ് ഏതാണോ ആ വെർട്ടെക്സ് നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യും, സൊല്യൂഷനായിട്ട് ചൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ചെയ്ത പ്രോബ്ലം, അതായത് പ്രോബ്ലം പാർട്ട് 1-നകത്തും 2-നകത്തും നമ്മൾ ചെയ്തതിനകത്ത് ഒരൊറ്റ സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ യുണീക്ക് വാല്യൂ ആയിരുന്നു എന്തായിട്ട് വരുന്നത്, സൊല്യൂഷനായിട്ട് വന്നിടുന്നത്. ഇസഡിനെ മാക്സിമൈസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ വെർട്ടെക്സിൽ ആ സൊല്യൂഷൻ നമുക്ക് തരത്തുള്ളൂ. അല്ലെങ്കിൽ ഇസഡിനെ മിനിമൈസ് ചെയ്യാനാണെങ്കിൽ അത് ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വെർട്ടെക്സ് മാത്രമായിരിക്കും ആ സൊല്യൂഷൻ നമുക്ക് തരുന്നത്. പക്ഷേ ചില കേസുകളിൽ ഇസഡിൻ്റെ വാല്യൂസ് മാക്സിമം വാല്യൂ ആണെങ്കിലും മിനിമം വാല്യൂ ആണെങ്കിലും സെയിം ആയിട്ട് വരാം. അതായത് ഒന്നിൽ കൂടുതൽ വെർട്ടിസസ് ഇസഡിൻ്റെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഇസഡിൻ്റെ വാല്യൂസിനെ ഒപ്റ്റിമൈസ് ചെയ്യാം. ആ രീതിയിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസിൻ്റെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കാം, ഇറ്റ് എക്സിസ്റ്റ് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ഒരേ മൾട്ടിപ്പിൾ സൊല്യൂഷൻ എന്ന് വിളിക്കും. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ്റെ പ്രസൻസ് ആ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Maximize z is equal to 6x plus 4y subject to the constraints minus 2x plus y less than or equal to 2, x minus y less than or equal to 2, 3x plus 2y less than or equal to 9, and the non-negativity constraint x and y greater than or equal to 0. സോ ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് z is equal to 6x plus 4y ആണ്. The linear constraints are minus 2x plus y less than or equal to 2, x minus y less than or equal to 2, 3x plus 2y less than or equal to 9, and the non-negativity constraint is x and y greater than or equal to 0. Here the optimization condition is maximization. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യും, സൊല്യൂഷൻ എഴുതാനായിട്ട് ആദ്യം തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ലീനിയർ കൺസ്ട്രെയിൻസിനെ എടുത്തെഴുതും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോ കൺസ്ട്രെയിൻസിനായിട്ട് കൺസിഡർ ചെയ്യും ഇൻ ഓർഡർ ടു കൺസ്ട്രക്ട് ദെയർ ഇക്വേഷൻ. ലൈൻ സെഗ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ലൈൻ സെഗ്മെൻറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ കൺസ്ട്രെയിൻസിനായിട്ട് അനലൈസ് ചെയ്യും. സോ കൺസിഡർ minus 2x plus y less than or equal to 2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാളിറ്റി minus 2x plus y equal to 2 അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈൻ സെഗ്മെൻറ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് ആ ലൈൻ സെഗ്മെൻറ്റ് ഇനിഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ്സ് സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ പോയിന്റിന് -10 എന്നും ടെർമിനൽ പോയിന്റിന് 0.2 എന്നും നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇനിഷ്യൽ പോയിന്റ് -10 ആയിട്ടും ടെർമിനൽ പോയിന്റ് 0.2 ആയിട്ടും വരുന്ന ലൈൻ സെഗ്മെന്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 ജനറൽ പ്രോബ്ലംസും അതുപോലെ തന്നെ 2 സ്പെഷ്യൽ കേസും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം മെത്തേഡ് സെയിം മോഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ലൈൻ സെഗ്മെന്റ് കൺസ്ട്രക്ട് എടുത്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. സോ ഇനിഷ്യൽ പോയിന്റ് -10 ടെർമിനൽ പോയിന്റ് 0.2 വരുന്ന ലൈൻ സെഗ്മെന്റ് ദാറ്റ് ഈസ് -2x plus y equal to 2 ആ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു.
എഗെയിൻ രണ്ടാമത്തെ കൺസ്ട്രെയിൻ ഏതാണ്? എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ആ കൺസ്ട്രെയിൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാളിറ്റി എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2. ഈ ലൈൻ സെഗ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ ആ ലൈൻ സെഗ്മെന്റിന്റെ ഇനിഷ്യൽ പോയിന്റിനെ 0-2 എന്നും ടെർമിനൽ പോയിന്റിനെ 2 0 എന്നും നമുക്ക് കിട്ടും. സോ 0-2 ഇനിഷ്യൽ പോയിന്റ് ആയിട്ടും ടെർമിനൽ പോയിന്റ് 2 0 ആയിട്ടും വരുന്ന ലൈൻ സെഗ്മെന്റ്, ആ ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ഈസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2. Again, the third constraint 3x plus 2y less than or equal to 9. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാളിറ്റി 3x plus 2y equal to 9. ഈ ഇക്വാളിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇനിഷ്യൽ പോയിന്റിന് നമുക്ക് 0 4.5 ആയിട്ടും ടെർമിനൽ പോയിന്റ് 3 0 ആയിട്ടും കിട്ടും. സോ 0 4.5 എന്ന് പറഞ്ഞ പോയിന്റ് y ആക്സിലെ പോയിന്റ് ആയിരിക്കും, 3 0 എന്ന് പറഞ്ഞ എക്സ് ആക്സിലെ പോയിന്റ് ആയിരിക്കും. ഇവയെ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻ സെഗ്മെന്റ് 3x plus 2y equal to 9. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തന്നിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് അനലൈസ് ചെയ്തു. ആ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നും ലീനിയർ കൺസ്ട്രെയിൻസിനെ കൺസിഡർ ചെയ്തതിന് ശേഷം അവർ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്സിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മളുടെ ഫീസിബിൾ റീജിയൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഫീസിബിൾ റീജിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമ്മളുടെ ക്വസ്റ്റിനകത്ത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ഫസ്റ്റ് ക്വാഡ്രന്റിനെ മാത്രം ഇനി ഫോക്കസ് ചെയ്താൽ മതിയാവും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷൻ കിടക്കുന്നൊരു ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് ബാക്കിയുള്ള പോർഷൻ നമുക്ക് റബ്ബ് ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും. കാരണം ഇവിടെ എന്തുണ്ട്? നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള പോർഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യുകയേ വേണ്ട. കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റബ്ബ് ചെയ്ത് കളഞ്ഞേക്കാം, പ്രശ്നമില്ല. സോ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അനലൈസ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ആ കൺസ്ട്രെയിൻ ഒബേ ചെയ്യുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഓരോരോ ലീനിയർ കൺസ്ട്രെയിൻസിനായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻ ഏതായിരുന്നു? -2x plus y less than or equal to 2. അപ്പോൾ ഈ -2x plus y less than or equal to 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് -2x plus y equal to 2. ആ ലൈൻ സെഗ്മെന്റ് 0 0 നമ്മുടെ 0 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റിനെ നമ്മളുടെ ഇനീക്വാളിറ്റിക്കകത്ത് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് -2 into 0 plus 0 less than or equal to 2. Therefore 0 less than or equal to 2, which is a true statement. സോ നമുക്ക് കിട്ടിയ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. റിസൾട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ ലൈൻ സെഗ്മെന്റിന്റെ ഏത് റീജിയനിലാണോ 0 0 എക്സിസ്റ്റ് ചെയ്യുന്നത് ആ റീജിയനിലേക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാം. സോ -2x plus y equal to 2-ന്റെ ലോവർ റീജിയനിലാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്? 0 0 എന്ന പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ആ റീജിയനിലേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. Again, രണ്ടാമത്തെ കൺസ്ട്രെയിൻ x minus y less than or equal to 2. x minus y less than or equal to 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് x minus y equal to 2. ഈ ലൈൻ സെഗ്മെന്റ് 0 0 പാസ് ചെയ്യുന്നില്ല. സോ അവിടെ നമുക്ക് ആ പോയിന്റ് അപ്ലൈ ചെയ്യാം. അതായത് 0 - 0 less than or equal to 2. That is 0 less than or equal to 2, which is again a true statement. സോ ഈ ലൈൻ സെഗ്മെന്റിന്റെ ഏത് പോർഷനിലാണോ 0 0 എക്സിസ്റ്റ് ചെയ്യുന്നത് ആ റീജിയനിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാം. സോ ഈ ലൈൻ സെഗ്മെന്റ് x minus y equal to 2 എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ അപ്പർ റീജിയനിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. 0 0 എന്നുള്ള പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ആ സൈഡിലേക്ക് നമുക്ക് ഷെയ്ഡ് മൂന്നാമത്തെ ലൈൻ സെഗ്മെന്റ് ഉണ്ട് കേട്ടോ. 0 4.5 3 0 കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ്. അപ്പോൾ മൂന്നാമത്തെ കൺസ്ട്രെയിൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. therefore 3x plus 2y less than or equal to 9. ആ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ചും ഇതാണ് ആ ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റ് 0 0 പാസ് ചെയ്യുന്നില്ല.
സോ അവിടെ നമുക്ക് 0 0 അപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ഓൾസോ റിസൾട്ട്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മുടെ ലൈൻ സെഗ്മെൻറ്റ് ഇതായിരുന്നു ലൈൻ സെഗ്മെൻറ്റ് അല്ലേ, ഇതായിരുന്നു 3x + 2y ഈക്വൽ ടു 9 ലൈൻ സെഗ്മെൻറ്റ് ആയിരുന്നു ഇത്. 0 4.5 3 0 ആ 2 പോയിന്റ്സ് കൂടെ ജോയിൻ ചെയ്ത ലൈൻ സെഗ്മെൻറ്റ്. ആ ലൈൻ സെഗ്മെൻറ്റ് ലോവർ റീജിയനിലാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്, 0 0 എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഷെയ്ഡിങ് അങ്ങോട്ട് കൊടുക്കാം. ഈ ഷെയ്ഡിങ് എല്ലാം കൂടെ കൺഫ്യൂഷനായി പോകരുത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. ഇനി കോമൺ ഷെയ്ഡിങ് റീജിയൻ അഥവാ ഫീസിബിൾ റീജിയൻ നമുക്ക് അനലൈസ് ചെയ്യാം. ഫീസിബിൾ റീജിയൻ വരയ്ക്കുമ്പോൾ ഈ ഒരു റീജിയനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസിബിൾ റീജിയനായിട്ട് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, ഈ ഫീസിബിൾ റീജിയൻ്റെ വെർട്ടിസസിനെ നമുക്ക്, ഈ ഫീസിബിൾ റീജിയൻ എന്താണ്, ഒരു പോളിഗൺ ആണ്. അൺബൗണ്ടഡ് സൊല്യൂഷൻ, അൺബൗണ്ടഡ് ആയിട്ടുള്ളതൊന്നുമല്ല, ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു പോളിഗൺ തന്നെയാണ് അല്ലേ. അപ്പോൾ കോമൺ ഷെയ്ഡിങ് റീജിയൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്തല്ല, ഇൻഫീസിബിൾ സൊല്യൂഷൻ അല്ല. ഇനി ഇതൊരു ബൗണ്ടഡ് റീജിയൻ ആയതുകൊണ്ട് അൺബൗണ്ടഡ് സൊല്യൂഷനിലേക്ക് പോവില്ല. അറ്റ് സെയിം ടൈം എന്താണ്, കറക്റ്റായിട്ടൊരു പോളിഗൺ തന്നെ നമുക്ക് വന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി സ്റ്റെപ്സ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എന്ത് ചെയ്യണം, ഈ പോളിഗണിൻ്റെ വെർട്ടിസസിനെ നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പോൾ പോളിഗണിൻ്റെ വെർട്ടിസിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വെർട്ടെക്സ് എന്ത് തന്നെ 0 0 തന്നെ. സോ ഒരു വെർട്ടെക്സ് 0 0. അടുത്ത വെർട്ടെക്സ് നമുക്ക് ഈ പോയിന്റാണ്. ഈ പോയിന്റ് ഏതാണ്, 2 0 ആണ്. ഇപ്പോൾ നെക്സ്റ്റ് വെർട്ടെക്സ് ഈസ് 2 0. ഈ ഒരു വെർട്ടെക്സ് y ആക്സിസിൽ ഈ പോയിന്റാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ 0 2 0 0 2 എന്ന് പറയുമ്പോൾ ആ പോയിന്റാണ്. ഇനി നമുക്ക് വേണ്ടുന്ന രണ്ട് വെർട്ടിസസ്, ഒന്ന് ഈ വെർട്ടെക്സും ഒന്ന് ഈ വെർട്ടെക്സും. ആ രണ്ട് വെർട്ടെക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ രണ്ട് ഇക്വേഷൻസ്, ആ പോയിന്റ്സ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള രണ്ട് ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ലൈൻ സെഗ്മെന്റ്സിൻ്റെ ഇക്വേഷൻ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. സോ ആദ്യം നമ്മൾ ഈ പോയിന്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ പോയിന്റ് ഫോം ചെയ്യുന്നത് ഏത് രണ്ട് ലൈൻസ് ഇൻ്റർസെക്ഷൻ വഴിയാണ്, ഒന്ന് 3x + 2y ഈക്വൽ ടു 9 എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെൻറ്റും അതുപോലെ x - y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെൻറ്റ് ഇൻ്റർസെക്ഷൻ വഴിയാണ് ഈ പോയിന്റ് ഉണ്ടാകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവയെ തമ്മിൽ സോൾവ് ചെയ്യാം. സോ രണ്ടാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ 5x = 13 കിട്ടും. Therefore x = 13/5. സോ ഈ പോയിന്റിൽ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ എത്രയാണ്, 13/5 ആണ്. Again, what about the y coordinate? x minus y = 2 എന്നുള്ളതാണ് ഒരു ഇക്വേഷൻ അല്ലേ. അതിനകത്ത് നമുക്ക് എക്സ് എന്ത് കൊടുക്കാം, 13/5 കൊടുക്കാം. 13/5 - y = 2. Therefore, y = 13/5 minus 2. That is equal to 13 minus 10/5, which is equal to 3/5. So, ഈ പോയിന്റിനെ സംബന്ധിച്ച് ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 13/5 y കോർഡിനേറ്റ് 3/5 എന്ന് കിട്ടും. 3/5. Therefore, നമ്മുടെ പോളിഗണിന്റെ നാലാമത്തെ വെർട്ടെക്സ് നമുക്ക് എങ്ങനെ 13/5 3/5. Again, what about the next point? അടുത്ത പോയിന്റ് ഏതൊക്കെ രണ്ട് ലൈൻ സെഗ്മെന്റ്സിന്റെ ഇന്റർസെക്ഷൻ ആണ്, -2x + y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റും 3x + 2y ഈക്വൽ ടു 9 എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ്. അപ്പോൾ ഇവയെ തന്നെ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Therefore
minus 4x plus 2y equal to 4 and 3x plus 2y equal to 9. Subtract ചെയ്യുമ്പോൾ minus 7x is equal to minus 5, therefore x is equal to 5 by 7. So ഈ ഒരു പോയിന്റിനെ സംബന്ധിച്ച് ആ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് കിട്ടി 5 by 7 കിട്ടി. വാട്ട് അബൌട്ട് ദ വൈ കോർഡിനേറ്റ്? വൈ കോർഡിനേറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് എക്സിൻ്റെ വാല്യൂ കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. therefore minus 2 into 5 by 7 plus y equal to 2, that is minus 10 by 7 plus y equal to 2, therefore y is equal to 2 plus 10 by 7, that is 14 plus 10 by 7 which is equal to 24 by 7. so therefore ആ പോയിന്റിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 24 by 7. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് അനലൈസ് ചെയ്തു. അനലൈസ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ ഓരോ കൺസ്ട്രെയിൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ചു. ആ ഫീസിബിൾ റീജിയൻ ഒരു പോളിഗണിൻ്റെ ബൗണ്ടഡ് റീജിയൻ ആയ പോളിഗണാണ്. ആ പോളിഗണിൻ്റെ വെർട്ടിസസിനെ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഒപ്റ്റിമൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വെർട്ടിസസിനകത്ത് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ അനലൈസ് ചെയ്യും അല്ലേ? അപ്പോൾ അതിനോട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? നമ്മളുടെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. സോ ഞാൻ റബ്ബ് ചെയ്യാണ്. നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വെർട്ടിസസ്, എക്സ് കോർഡിനേറ്റ്, y coordinate, z is equal to 6x plus 4y. നമ്മുടെ ഒപ്റ്റിമാറ്റിക് കണ്ടീഷൻ എന്താണ്? മാക്സിമൈസേഷൻ ആണ്. ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z is equal to 6x plus 4y. സോ ഈ ഇസഡിൻ്റെ കോളത്തിൽ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന വെർട്ടെക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആയിരിക്കും എന്ത്? നമ്മളുടെ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. എന്നോട് പറയാം, ഈ ഇസഡിൻ്റെ കോളത്തിൽ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷനായ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന വെർട്ടെക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റിൻ്റെയും വൈ കോർഡിനേറ്റിൻ്റെയും വാല്യൂ ആയിരിക്കും നമ്മളുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ വെർട്ടിസസ് ഏതൊക്കെയായിരുന്നു? 0 0, 2 0, 0 2, 13 by 5, 3 by 5, 5 by 7 and 24 by 7. So x coordinatesനെയും y coordinatesനെയും ഞാൻ എഴുതുകയാണ്. എന്ത് ചെയ്യുക? ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. 0 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ 0, 2 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ 12, again 0 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ 8. അടുത്തത് 6 into 13 by 5 plus 4 into 3 by 5. That is equal to 78 plus 12 by 5. Therefore 10, 90 by 5 which is equal to 80. Therefore here the z value is equal to 18. എന്താ എഴുതുള്ളൂ? എക്സിൻ്റെ ഈ 6x is equal to 4y ഈ ഇക്വേഷനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 13 by 5 കൊടുത്തു. വൈയുടെ സ്ഥാനത്ത് 3 by 5 കൊടുത്ത് നമ്മളത് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. വി ഗോട്ട് പ്ലസ് 18. Again the next value of z is equal to 6 into 5 by 7 plus 4 into 24 by 7. That is 30 plus 96 by 7. That is 6
126 by 7 is equal to 1 8. Z is equal to 8. സോ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഓരോ ഈ പോളിഗണിൻ്റെ വെർട്ടിസസിൽ ഓരോന്നിനും ഇസഡിൻ്റെ വാല്യൂ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇസഡ് വാല്യൂസ് 0, 12, 8, 18, 18 എന്നിവയാണ്. ഇവിടെ നമ്മുടെ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ എന്താണ്? മാക്സിമൈസേഷൻ ആണ്. സോ ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാ? 18 ആണ് അല്ലേ? അപ്പം അങ്ങനെ 18 മാക്സിമം വാല്യൂ എടുക്കുമ്പോഴത്തേക്കും 18 ഇസഡിൻ്റെ വാല്യൂ ആയിട്ട് വരുന്ന എത്ര വെർട്ടിസസ് ഉണ്ട്? 2 വെർട്ടിസസ് ഉണ്ട് അല്ലേ? ഇസഡ് ഈസ് ഈക്വൽ ടു 18 കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 18 കിട്ടിയത് 13/5 3/5 എന്ന് പറഞ്ഞ വെർട്ടിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 18 കിട്ടി. ഓൾസോ 5/7 24/7 എന്ന് പറയുന്ന വെർട്ടിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 18 എന്ന് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഇസഡ് എന്ന് പറയുന്ന നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് എക്സിസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അതായത് ഇസഡിൻ്റെ വാല്യൂയുടെ മാക്സിമം കിട്ടിയത് 18 ആയിരുന്നു. ആ 18 എന്ന് പറയുന്ന വാല്യൂ ഒരു സൊല്യൂഷന് മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. എത്ര സൊല്യൂഷൻ ഉണ്ട്? 2 സൊല്യൂഷൻ. മൾട്ടിപ്പിൾ സൊല്യൂഷന് ഈ മൾട്ടിപ്പിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് ഇറ്റ് വിൽ മാക്സിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സൊല്യൂഷൻ്റെ പ്രസൻസ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സൊല്യൂഷനെ സംബന്ധിച്ച് ഒരു സൊല്യൂഷൻ മാത്രമല്ല ഈ ഇസഡിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്നത്. ദർ എക്സിസ്റ്റ് ആൻ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ്റെ പ്രസൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ്റെ പ്രസൻസ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനുണ്ടെന്നോ നമുക്ക് പറയാം. സോ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ സംബന്ധിച്ച് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ്റെ പ്രസൻസ് ഉണ്ട്. ആൻഡ് ദ സൊല്യൂഷൻസ് ആർ ഏതൊക്കെയാണ്? x can be equal to 13/5, y equal to 3/5 and z is equal to 18. ഇതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? or there exists an alternative solution such that x is equal to 5/7, y is equal to 24/7 and z is equal to 18. സോ ഒരേ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ്റെ പ്രസൻസ് വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കേസായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് എപ്രകാരം സോൾവ് ചെയ്യാം, അത് എങ്ങനെയാണ് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ്റെ പ്രസൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. സോ ഇന്ന് നമ്മൾ പറഞ്ഞ പ്രോബ്ലം 3 വട്ടം എഴുതി പിടിച്ചതിന് ശേഷം ഹോം അസൈൻമെൻറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.